റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ചെയ്യാൻ സ്മാർട്ട് നോട്ട് സ്ട്രാറ്റജി PT-യിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊന്നാണ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ. അത് ചെയ്യാനായിട്ട് പല മെത്തേഡുകളും സ്ട്രാറ്റജികളും ഉണ്ട്. അതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ഒന്നാണ് സ്മാർട്ട് നോട്ട് സ്ട്രാറ്റജി. അതായത് കേൾക്കുന്ന വാക്കുകളുടെ ഫസ്റ്റ് ലെറ്റേഴ്സോ അല്ലെങ്കിൽ എൻഡിങ് ലെറ്റേഴ്സോ മാത്രം എഴുതി വെച്ചുകൊണ്ടുള്ള ഒരു മെത്തേഡ്. ഉദാഹരണം ഇപ്പോൾ ഇൻ്റർനാഷണൽ എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടെന്നിരിക്കട്ടെ, INTL എന്ന് എഴുതി വെക്കുക. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ഇൻ്റർനാഷണൽ എഴുതി വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സ്റ്റുഡൻസ് എന്നൊരു വാക്ക് കേട്ടെന്നിരിക്കട്ടെ, ST എന്ന് എഴുതാം. ഇപ്പോൾ റിക്വയർഡ് എന്നൊരു വാക്ക് കേട്ടെന്നിരിക്കട്ടെ, അപ്പോൾ RQ എന്ന് എഴുതി വെക്കാം. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊരു വാക്ക് കേട്ടെന്നിരിക്കട്ടെ, ഇപ്പോൾ DPT എന്ന് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. പിന്നെ ടൈപ്പ് ചെയ്യുമ്പോൾ ഫുൾ ലെറ്റേഴ്സിൽ ആ വാക്കുകൾ മൊത്തം ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഉദാഹരണം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദ ലൈബ്രറി വിൽ ബി ക്ലോസ്ഡ് ഫോർ റിനോവേഷൻ നെക്സ്റ്റ് വീക്ക്. അപ്പോൾ അതിനൊരു സ്മാർട്ട് നോട്ടായിട്ട് ചെറിയ വാക്കുകൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. നിങ്ങൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, സ്റ്റുഡൻസ് മസ്റ്റ് സബ്മിറ്റ് ദെയർ ആപ്ലിക്കേഷൻസ് ബിഫോർ ദ ഡെഡ് ലൈൻ. അപ്പോൾ അതിന് നിങ്ങൾക്ക് സ്മാർട്ട് നോട്ടായിട്ട് ചെറിയ വാക്കുകൾ എഴുതി വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഏത് മെത്തേഡ് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്താലും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ മെത്തേഡുകളും ടെക്നിക്കുകളും എല്ലാ സ്റ്റുഡൻസിനും ഒരേപോലെ വർക്ക് ആവത്തില്ല. കാരണം പല സ്റ്റുഡൻസിനും പല ലെവലായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എഫക്റ്റീവ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടുത്ത മെത്തേഡിലോട്ടോ സ്ട്രാറ്റജിയിലോട്ടോ പോകാൻ ശ്രമിക്കുക. പക്ഷേ ഇത് സംഭവം വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടെക്നിക്കാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. താങ്ക് യു.